ഇത് വാഗമണിലെ കോലാഹലമേടാണ്. അഡ്വഞ്ചർ പാർക്ക് ഇരിക്കുന്ന സ്ഥലം. നമസ്കാരം, വിനോദാണ്. വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. വാഗമൺ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഏതാണ്ട് 3300 അടിയോളം ഉയരത്തിലുള്ള ഹിൽ സ്റ്റേഷൻ. കാറിന് 100 രൂപയും ആൾക്ക് 25 രൂപയും വെച്ചാണ് ഇവിടുത്തെ എൻട്രി ഫീസ് കേട്ടോ. എൻട്രി ഫീസൊക്കെ കൊടുത്ത് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. എൻട്രി ഫീസ് കൂടാതെ ഓരോ ആക്ടിവിറ്റീസിനും സെപ്പറേറ്റ് ഫീസും ഉണ്ട് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ ഒരു ചെറിയ നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന പോലെ, എല്ലാം ഒരു തരം മുഷിഞ്ഞ് കിടക്കുന്ന പോലുള്ളൊരു ഫീലിംഗാണ്. എന്നാണെങ്കിൽ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഈ കാണുന്ന ഒരു സിപ്പ് ലൈനാണ് കേട്ടോ. അതിലിപ്പം ഉപയോഗമില്ല എന്ന് തോന്നുന്നു. ഹൈ റേഞ്ചിലെ ട്രെയിൻ. ഇടുക്കി DTPC ആണ് കേട്ടോ ഈ അഡ്വഞ്ചർ പാർക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. മക്കളുടെ രണ്ടുപേരും ടിക്കറ്റ് എടുക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നു. ഗ്ലാസ് ബ്രിഡ്ജ് എന്നുള്ള സ്വപ്നമായിട്ട് വന്നതായിരുന്നു കേട്ടോ. പക്ഷേ 3 മാസമായിട്ട് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഡൗൺ. നെഗറ്റീവ് ഫീലിംഗ് വെറുതെ ആയിരുന്നില്ല കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തതിന് ശേഷം പല പ്രാവശ്യം സെക്യൂരിറ്റി പ്രശ്നങ്ങളായിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻറ്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. ഇത് 2024 ഞങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതുപോലെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണത്. ആയിരുന്നു അന്ന്. ഇന്നത് കാണാൻ പറ്റാത്തതിൽ അതിയായ ഖേദമുണ്ട്. ഭാര്യയും പിള്ളേരും ഇതുവരെ കയറിയിട്ടുമില്ലായിരുന്നു. മറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ നമുക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പക്ഷേ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഒട്ടും ശ്രദ്ധയില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്കിപ്പോൾ ഈ വാഗമണിനെ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. മെയിൻ്റനൻസ് ഇല്ലാതെ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അവിടെ പ്ലാസ്റ്റിക് ഒന്നും വീഴാതെയൊക്കെ പെറുക്കാനൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ കെട്ടിടങ്ങൾക്കൊന്നും മെയിൻ്റനൻസ് ഇല്ലാതെ പൊളിഞ്ഞു കിടക്കുന്നതും അടഞ്ഞു കിടക്കുന്നതും പെയിൻ്റ് ഇല്ലാതെ കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, വാഗമണിൻ്റെ പ്രകൃതി അത് എന്താ പറയുക, അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കുറച്ച് നടക്കാനായിട്ട് തീരുമാനിച്ചു. ദൂരെ അതാ ഒരു വാച്ച് ടവർ കാണുന്നുണ്ട്. അപ്പം നമുക്ക് അവിടെയോട്ടും പോവാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ വഴിയിൽ ഇതാ ഒരു പശുവൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് നടക്കണം. ഒരു പ്രതീക്ഷയ്ക്കുള്ള വകയുള്ളതുപോലെ അവിടെ പെയിൻറ്റ് ഡബ്ബുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻ്റ് അടിക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ മെയിൻ്റനൻസുള്ള ഒരു ശ്രമം തുടങ്ങി എന്ന് വേണം കരുതാനായിട്ട്. നമുക്ക് എന്താണേലും കയറി നോക്കാം. കാരണം താഴെ കാണുന്നത് സൂയിസൈഡ് പോയിൻ്റ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. താഴെ കാണുന്നത് കൂട്ടിക്കൽ ടൗൺ ആണോ മുണ്ടക്കയമാണോ എന്ന് സംശയമുണ്ട്. മുകളിലേക്ക് കയറി നമുക്ക് നോക്കാം. പക്ഷേ വീണ്ടും നിരാശയാണ്. മുകളിൽ ഇതുപോലെ ആസ്പെറ്റോസ് ഷീറ്റെല്ലാം പറന്നു പോയതും കാറ്റത്ത് പറന്നു പോയതൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ആകെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു പ്രേത നഗരം പോലെയാണ് നമുക്കിവിടെ കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ പ്രകൃതി ഒരു രക്ഷയുമില്ല കേട്ടോ. ദൂരെ മോൻ ഞങ്ങളുടെ കൂടെ ഇങ്ങ് പോകുന്നില്ലായിരുന്നു. പുള്ളി വാഹനം എടുത്ത് വരാമെന്ന് പറഞ്ഞ് വരുന്നതാണ് ഞങ്ങളുടെ വാഹനം. ഇവിടെ കൂടുതലും ഇപ്പോൾ വന്നിരിക്കുന്ന യാത്രക്കാർ ഭൂരിപക്ഷവും എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടുകാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പ്രകൃതിയെ കാണുക, ഈ പറഞ്ഞതിൽ ഈ സൂയിസൈഡ് പോയിൻ്റ് ഇതൊരു ഭയങ്കര കാഴ്ചയാണ്. കോലാഹലമേടെന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. കാരണം എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുകയും ചെവിയിൽ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഉള്ള കോലാഹലം ഉള്ളത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് കോലാഹലമേടെന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും ഉയർന്ന സ്ഥലമാണ്. ഇൻഫ്രാസ്ട്രക്ചർ എത്ര മോശമാണെങ്കിലും പ്രകൃതിയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന KSRTCയുടെ സവാരിയാണ്, ടൂറിസ്റ്റ് ബസ്സാണ് കേട്ടോ. ചെറിയ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വളരെ ആശ്വാസകരമായും രസകരമായും തോന്നിയൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാരാഗ്ലൈഡിങ് സ്ഥലമാണ് കേട്ടോ. 4500 രൂപയാണ് ഒരാൾക്ക് പാരാഗ്ലൈഡിങ്ങിന് വാങ്ങിക്കുന്നത്. 10-15 മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു വളരെ രസകരമായ ഒരു സ്ഥലം. ഇത്രയും നല്ല ഒരു പാരാഗ്ലൈഡിങ്ങിനുള്ള ഒരു സ്ഥലം സൗത്ത് ഇന്ത്യയിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും ഒന്ന് പാരാഗ്ലൈഡിങ് നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് മനസ്സിൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലവും കാഴ്ചകളുമാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി അത് പറന്നു പോകുന്നത് കാണാനായിട്ട്.
മനസ്സിലൊക്കെ നമുക്ക് ഒരിത്തിരി ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലമാണ് പാരാഗ്ലൈഡിങ്ങിന് ഈ കോലാഹലമേട് അല്ലെങ്കിൽ വാഗമൺ. ഇത് വളരെ പ്രശസ്തമാണ്. ഒരുപാട് നാട്ടിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. ഇനിയും പുറത്തേക്ക് വന്ന വഴിയല്ലാതൊരു വഴിയുണ്ട്. അത് തീർച്ചയായും നിങ്ങൾ ഈ അഡ്വഞ്ചർ പാർക്കിൽ വരുന്നുണ്ടെങ്കിൽ പോകണം. ഇത് വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ പുല്ലുകൾക്കൊരു പച്ചപ്പൊന്നും ഇല്ലാതിരിക്കുന്നത്. വേനൽക്കാലമല്ലാതെ മഴ കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ ഇത് ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഉള്ളത്. നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. വണ്ടി വളരെ സാവധാനം ശ്രദ്ധിച്ച് ഓടിച്ച് നമുക്ക് പോവാം. ഇവിടെ പാർക്ക് ചെയ്യരുതെന്ന്, റോഡ് സൈഡിൽ പാർക്ക് ചെയ്യരുതെന്ന് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പോവുക. ഈ കാഴ്ചകൾ എന്താ പറയുക, മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഭയങ്കര രസകരമായൊരു കാഴ്ചയാണ്. ഇത്തിരി തണുപ്പ് കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. മഞ്ഞും കോടയും ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ വിരാടം വിനോദത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി. ഇവിടെ താമസക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.